നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഏത് സെമസ്റ്റർ ആണ്? ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ ഫോർത്ത് സെമസ്റ്റർ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മൾ 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സിലെ നമ്മൾ സിലബസിൽ പ്രകാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും ആയിട്ടാണ് നമ്മൾ എന്ത് കിടക്കുന്നത്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആക്കി കിടക്കുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആയ സെക്ഷൻ എ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ സെക്ഷൻ എയില് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സോൾവ് 1 plus x into dy minus y into dx equal to 0. അപ്പൊ ഇത് എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഇക്വേഷൻ ആദ്യം ഞാൻ എടുത്ത് എഴുതി. എന്താണ് ഇവിടെ? 1 plus x into dy minus y dx equal to 0. നമുക്കറിയാം ഇത് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിവൈയും ഡി എക്സ് ഒക്കെ ഒഴിവാക്കണം അല്ലെ, വെറും എക്സും വൈയിലേക്ക് വരുത്തണം നമ്മള്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിയും ഡി എക്സും ഡി വൈ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പല ടൈപ്പ് ഇന്റഗ്രേഷൻ ഉണ്ട് അല്ലെ. നമ്മള് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, എക്സാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതേപോലെ ബെർണോളി ഇക്വേഷൻസ് ഉണ്ട്, അങ്ങനെ കിടക്കുന്ന. അതേപോലെ പിന്നെ ഏതാണ്, കോഷി ഊളർ ഇക്വേഷൻ ഉണ്ട്, അതേപോലെ എക്സാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ പറഞ്ഞ് പോകുന്നത്. പിന്നെ നമ്മൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ രീതിയിലേക്ക് നമ്മൾ വരുന്നുണ്ട് അല്ലെ, നോൺ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ തന്ന ഇക്വേഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് വരുന്നുണ്ടോ നോക്കണം ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ മൈനസ് വൈ ഡി എക്സിനെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താ, 1 plus x into dy ഈക്വൽ ടു y into dx. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് ഡിവൈന്റെ അടുത്തേക്ക് y ടേമുകൾ കൊണ്ടുവരിക, എക്സിന്റെ ടേമിലേക്ക് ആര് എടുത്തു കൊണ്ടുപോവുക, ഡി എക്സിന്റെ അടുത്തേക്ക് എക്സ് ടേമുകൾ കൊണ്ടുവരിക. അപ്പൊ നോക്കുമ്പോ ഡി വൈ ഇവിടെയാണ്, അതിനകത്തേക്ക് y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതെന്തായി മാറി, ഡിവിഷൻ ആയി മാറി. ഈക്വൽ ടു ഇവിടെ 1 plus x ആണ്, അത് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായി, ഡിവിഷൻ ആയി മാറി, 1 plus x ആയി. അപ്പോ ഡി വൈ ഒരു ഭാഗത്തേക്ക് അതിന്റെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് y ടേംസ് ഒക്കെ അതിന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഡി എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, അതിന്റെ വരുന്ന ഭാഗങ്ങളൊക്കെ എക്സ് ടേമുകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറയുന്നത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ത്രൂ ഔട്ട് ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പോൾ ഇന്റഗ്രൽ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ബൈ 1 plus x. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ലോഗ് y ആണ് ഈക്വൽ ടു ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ്, അപ്പൊ നാച്ചുറൽ ലോഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഗ് ഓഫ് എന്താണ് 1 plus x പ്ലസ് ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ഞാൻ എന്ത് ചെയ്തു, ലോഗിലേക്ക് മാറ്റി എഴുതി. നമുക്കറിയാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ആരാ, നമുക്കറിയാം എന്താണ്, ലോഗ് എ ബി ആണ്. ഇവിടെ അതേ ടേമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ ലോഗരിതം ഓഫ് y ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് c into 1 plus x ആയി. അപ്പൊ രണ്ട് സൈഡിലും ലോഗ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി. പിന്നെ ക്യാൻസൽ ആയി എന്ന് പറയാൻ പറ്റില്ല, അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുത്ത് ഒഴിവാക്കി എന്നുള്ളൂ, ഒരു സ്റ്റെപ്പ് അധികം. അപ്പൊ ഒന്ന് നോക്കണ്ട, ലോഗ് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ y ഈക്വൽ ടു എന്തായി, c into 1 plus x എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായി മാറി, y ഈക്വൽ ടു c into 1 plus x എന്നായി മാറി. ഒരു സെപ്പറബിൾ തന്നത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അതിനെന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy by dx plus y equal to x, y of 0 equal to 4. അപ്പൊ ഇത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നെങ്കിൽ അതിന് എന്തുണ്ടാവും, y of 0 equal to ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ഈ കണ്ടീഷൻ തരുന്നത് എന്തിനാണ്, നമ്മൾ ആ സിന്റെ വാല്യൂ അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സി കിട്ടും. ആ സി വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന സി വാല്യൂ കണ്ടെത്തുന്ന ഇക്വേഷൻ നമ്മൾ എന്താ പറയുക, പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ടാണ് പറയാറുള്ളത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ നോക്കണം, അല്ലെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ നോക്കണം. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എക്സാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ നോക്കണം.
ഇത് നമുക്കൊരു dy by dx നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? y dash plus y equal to x. അപ്പൊ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? y dash plus p of x into y equal to q of x. അല്ലെ? ഈ ഫോർമാറ്റിലേക്ക് തന്നെയാണ് നമ്മൾ തന്നിരിക്കുന്ന ആര് വന്നിട്ടുള്ളത്? ഈ ഇക്വേഷനും വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാതെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ +1 +2 ഇത് പഠിച്ചിട്ടുണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ്. അതേ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം y into integrating factor equal to integral q of x into integrating factor dx plus c, where integrating factor എന്ന് പറഞ്ഞാൽ e raised to integral p of x dx. അപ്പൊ ഇവിടെ p ആരാ q ആരാ എന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഇവിടെ നോക്കുക അല്ലെ, y ന്റെ ഇപ്പുറത്ത് വരുന്ന കോഎഫിഷ്യന്റ് ആണ് p എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ y ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഇവിടെ p ആരായി മാറിയത് 1 ആയി. പിന്നെ ഈക്വൽ ടു വരുന്ന വ്യക്തിയാണ് q of x. അവിടെ q of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായി മാറി? x ആയി. നമ്മൾ ഇതിൽ ഈ ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം e raised to integral p of x dx ആണ്. ഇവിടെ p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 ന്റെ ഇന്റഗ്രേഷൻ പറഞ്ഞാൽ e raised to അല്ലെ വെറും x ആണ്. അപ്പൊ എന്തായി? ഫൈനൽ ആൻസർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായി? e raised to x. ഈ നേരെ എന്തിലേക്ക് ഇട്ട് കൊടുക്കുക? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് പറയാം നമുക്ക്? ജനറൽ സൊല്യൂഷൻ ഈസ്, ഞാൻ g ഡോട്ട് ഇങ്ങനെ എഴുതണുള്ളൂ, ജനറൽ സൊല്യൂഷൻ ഈസ് y into integrating factor equal to integral q of x into integrating factor dx plus c. y into integrating factor എന്നാൽ e raised to x equal to q of x എന്ന് പറഞ്ഞാൽ x ആണ്, integrating factor e raised to x dx plus c equal to, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ e raised to x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലെ, ഇവിടെ പുറത്തൊരു ഇന്റഗ്രേഷൻ ഉണ്ടാവും, 1 ഇൻറ്റു വീണ്ടും ഇന്റഗ്രേഷൻ ഓഫ് e raised to x എന്തായി? e raised to x dx plus c. അപ്പൊ എന്താവും? y ഇൻറ്റു e raised to x ഈക്വൽ ടു x ഇൻറ്റു e raised to x, ഇന്റഗ്രേഷൻ e raised to x ആണ്, വീണ്ടും e raised to x plus c. നമുക്ക് എന്താണ്? പ്രൊഡക്റ്റുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? f g dx ആണെങ്കിൽ എന്തായിരുന്നു? f into integral of g dx minus integral of df by dx integral എന്താണ്? g dx അത് കഴിഞ്ഞ് into dx. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബേസിക് ആയിട്ടുള്ള റിസൾട്ട്. നമുക്ക് തന്നിട്ടുള്ള ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y of 0 equal to 4 എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ 0, y ന്റെ വാല്യൂ 4. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ 4 into e raised to 0 equal to 0 into e raised to 0, e raised to 0 plus c. ഇവിടെ എന്തായി? 4 into 1, ഇവിടെ 0 ആയി, minus 1 plus c. കാരണം എന്താ? e raised to 0 1 ആണ്. അപ്പൊ c equal to plus minus 1 equal to അപ്പുറം plus 1 ആയി മാറി. അപ്പൊ എന്തായി? 4 plus 1 ആണ് 5. അപ്പൊ therefore solution എന്തായി മാറി? അല്ലെ, y e raised to x equal to x into e raised to x minus e raised to x plus 5. ഇനി വേണമെങ്കിൽ e raised to x ന് ത്രൂ ഔട്ട് ഡിവിഷൻ നടത്തി എന്ന് വിചാരിക്കാം. അപ്പൊ എന്താവും? y equal to എന്തായി മാറി? അല്ലെ, x minus 1 plus 5 into e raised to minus x എന്ന രീതിയിലേക്ക് വരും. എന്താണ്? y equal to എന്താണ്? x minus 1 plus 5 into e raised to minus. ഇങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കീ ഉണ്ടാക്കുക. അപ്പൊ അതിലേക്ക് മാറ്റി എഴുതിയെന്നുള്ളൂ. ഇവിടെ നിർത്തിയാലും മതി. ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കീയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ത്രൂ ഔട്ട് എന്ത് ചെയ്തു? e raised to x ന് ഡിവിഷൻ നടത്തിയത്. അപ്പൊ ഇവിടെ മൈനസ് e raised to x ആയി മാറി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? സോൾവ് e raised to 2x minus y cos x y dx plus 2x e raised to 2y minus x cos xy plus 2y into dy equal to 0.
അപ്പോ ഇത് ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡി എക്സ് പ്ലസ് ഡി ഇത് സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ നോക്കുമ്പോ അല്ലെ ഇവിടെ നോക്കുമ്പോ എന്താ ഇവിടെ വൈ ഉണ്ട് ഇതിനെ കോസ് എക്സ് വൈ എന്ന് പറഞ്ഞതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എക്സ് വൈ അല്ലെ ഒരിക്കലും നമുക്ക് കോസ് എക്സ് വൈ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ ഇതൊരു സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ട സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാത്തത് എന്തുകൊണ്ടാണ് കോസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സിനെയും വൈനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഇതെന്തല്ല സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു വേറൊരു ഫോർമാറ്റ് പഠിച്ചിരുന്നു അല്ലെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന രീതിയിലാണെങ്കിൽ ഏതായിരുന്നു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത് ഇതിനെ എങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഇ റേസ് ടു 2x മൈനസ് വൈ ഇൻറ്റു കോസ് അല്ലെ എക്സ് വൈ ആണ് ഇനി എൻ എന്ന് പറഞ്ഞ ആരാവും 2x e raised to 2y minus x cos xy plus 2y ആയി അപ്പൊ ഇനി എന്ത് ചെയ്യാം നമുക്ക് എക്സാക്ട് ആണോ നോക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ആദ്യം നമ്മൾ എക്സാക്ട് ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് അറിയാം ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ട് ഇത് 0 ആണ് ഇതിനെന്ത് ചെയ്യണം വൈനെ ചെയ്യുമ്പോ എന്തായി കോസ് എക്സ് വൈ ആയി മാറി കഴിഞ്ഞിട്ടില്ല മൈനസ് y ഇൻറ്റു കോസിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് വൈ കഴിഞ്ഞിട്ടില്ല ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ചെയ്യുമ്പോൾ ഇൻറ്റു എക്സിലേക്ക് വരും അപ്പൊ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി മൈനസ് കോസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ സൈൻ എക്സ് വൈ ആയി മാറി ഇനി അടുത്ത എന്താണ് ഡോ എൻ ബൈ ഡോ വൈ അല്ലെ ഡോ എക്സ് ആണ് ഡോ വൈ അല്ല അപ്പൊ ഡോ എം ഡോ എൻ ബൈ ഡോ എക്സ് അല്ലെ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ മാറ്റി എഴുതാണ് ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഈക്വൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യേണ്ടത് അപ്പൊ 2 e raised to 2y എന്താണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ അതിനെ ഔട്ട് സൈഡ് എടുത്തു പിന്നെ എന്താണ് എക്സിനെ ഫാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് അപ്പൊ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം അപ്പൊ എക്സിനെ ഫാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറി അത് 1 അപ്പൊ കോസ് എക്സ് വൈ ആയി കഴിഞ്ഞിട്ടില്ല മൈനസ് എക്സ് ഇൻറ്റു കോസിനെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് വൈ ആയി കഴിഞ്ഞിട്ടില്ല ഇതിന് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൈ ആയി മാറും ഈക്വൽ ടു 2 e raised to 2y മൈനസ് കോസ് എക്സ് വൈ മൈനസ് മൈനസും പ്ലസ് ആയി എക്സ് ഇൻറ്റു വൈ എന്ന എക്സ് വൈ ആയി സൈൻ എക്സ് വൈ ആയി നമുക്കറിയാം ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ഇത് ഈക്വൽ ആണോ നോക്കണം ഇവിടെ നോക്കാം മൈനസ് കോസ് എക്സ് വൈ ഇവിടെ ഉണ്ട് അല്ലെ ഈ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ എക്സ് വൈ സൈൻ എക്സ് വൈ അതും ഇവിടെ ഉണ്ട് ഇവിടെ ആത്തത് ആരേ ഉള്ളൂ 2 into e raised to 2y അപ്പൊ ഇത് എന്തല്ല ഈ ഡോ അല്ലെ ഡോ എം ബൈ ഡോ വൈയും നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അപ്പോ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ അല്ല അധികമായിട്ട് ഇവിടെ ആര് വന്നിട്ടുണ്ട് അല്ലെ 2 into e raised to 2y വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എന്തല്ല ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട് therefore it is not exact നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ എക്സാക്ട് ആക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ വൈനെ സബ്ട്രാക്ട് ചെയ്യാം അപ്പൊ നമുക്കറിയാം സബ്ട്രാക്ട് ഇനി തിരിച്ചു മറിച്ച് എങ്ങനെയും ചെയ്യാം അല്ലെ ഇനി ഡോ എൻ ബൈ ഡോ എക്സ് ആദ്യം ചെയ്ത് ചെയ്യാൻ അതൊന്നും ബുദ്ധിമുട്ടില്ല ഒരു മൈനസും പ്ലസും വ്യത്യാസമേ ഉള്ളൂ അല്ലെ അപ്പൊ ഇത് ടേമാണ് ക്യാൻസൽ ആയി പോയി ബാക്കി ആരേ ഉള്ളൂ മൈനസ് 2 e raised to 2y കഴിഞ്ഞിട്ടില്ല ഇനി എലോങ് എക്സ് ആണോ എലോങ് വൈ ആണോ നോക്കണം അല്ലെ ആദ്യം എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം അപ്പൊ ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവിഷൻ നടത്തി കഴിക്കണം അല്ലെങ്കിൽ ഇതിനെ അല്ലെങ്കിൽ ഇതിനെ ഡിവിഷൻ നടത്താൻ നോക്കണം അപ്പൊ അങ്ങനെ ഡിവിഷൻ ആക്കാൻ നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഡിവിഷൻ നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു നമ്പർ ഒരു അല്ലെ എക്സ് ബൈ വൈ എ അല്ലെങ്കിൽ ഇ റെസ്റ്റ് ടു വൈ എന്ന് മാത്രമേ നിൽക്കുള്ളൂ പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ബൈ എം ആണെങ്കിൽ മൈനസ് എം ആണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നോക്കി ഇത്രയും ടേം എന്ത് ചെയ്യണം കൊണ്ടുവരണം അപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് ഡിവിഷൻ നടത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എക്സാക്ട്ലിലേക്ക് കൊണ്ടുവരാൻ അപ്പൊ ക്വസ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട് ഇവിടെ എന്നും എം മാറിയിട്ട് എൻ ആക്കി എന്ന് വിചാരിക്കാം
അപ്പോ എം എടുക്കുമ്പോഴാണ് മൈനസ് എടുക്കേണ്ടത്, എൻ എടുക്കുമ്പോൾ പ്ലസ് ആക്കി എടുത്താൽ മതി. ഇതിനെ കൊണ്ടുപോയി ഡിവിഷൻ നടത്തണം. ഏതിന്റെ ടോട്ടൽ? ഈ എന്നിന്റെ താഴെ. എന്നിട്ട് ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ നോക്കുമ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ നിന്നും ക്യാൻസൽ ആയി പോകാൻ കഴിയുന്നില്ല. അതേപോലെ ആ ടേം മാത്രം ഫുൾ ടേം ആയി കിടക്കുക അല്ലെ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ വരും. ഇവിടെ ഈ -2e⁻² ആയി കിടക്കും. ഇവിടെയും ഈ -2e⁻² ആയി കിടക്കും. അപ്പൊ അതിനൊരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്കി പ്രൊസീജിയർ ആയി മാറി. മീൻസ് അവിടെ എന്തോ ഒരു പ്രശ്നം. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇവിടെ പ്രശ്നക്കാരായിട്ട് വന്നിട്ട് നമ്മളൊക്കെ ഫസ്റ്റ് സെക്ഷൻ അല്ലേ, നമ്മൾ 3 മാർക്കിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. ആകെ എന്താണ് സീലിംഗ് ആണ്. 1 മാർക്ക് 2 മാർക്ക് എന്ന ഫസ്റ്റ് ഭാഗത്താണ്. 5 മാർക്കിലേക്കൊക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റിലേക്കൊക്കെ ബി പാർട്ടിലേക്കും സി പാർട്ടിലേക്ക് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ എക്സാക്ട് ആക്കി കൊണ്ടുവന്ന് ചെയ്തു പോകുന്ന രീതി. ഈ എക്സാക്ട് ആക്കി ചെയ്തു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട് അവര്. അതിനെ എക്സാക്ട് ആക്കി മാറ്റിയിട്ട് ചെയ്യുന്ന രീതി. അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാക്ട് അല്ല, അതിനെന്ത് ചെയ്യണം? എക്സാക്ട് ആക്കാനുണ്ട്. അഥവാ 13ാമത്തെ ക്വസ്റ്റ്യന് അത് എക്സാക്ട് അല്ല, അത് നമ്മൾ ചെയ്തിട്ട് എന്താക്കണം? എക്സാക്ട് ആക്കി കൊണ്ടുപോകണം. അപ്പോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ സീലിംഗ് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ കേസിൽ ഇങ്ങനത്തെ എക്സാക്ട് ആക്കാൻ വേണ്ടി ഒന്നും ചോദിക്കാറില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നക്കാരനായി വന്നത് എനിക്ക് തോന്നിയത് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇവിടെ പ്രശ്നം വന്നത് എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഈ എക്സിനെ മാറ്റിയിട്ട് എന്താക്കി കൊടുക്കുക? വൈ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും, സോൾവ് ആവും. ഇവിടെ ഒരു ഈ ടേം ഇതേപോലെ ടേം ഇവിടെ കൊണ്ടുവന്നാൽ മതി, അവിടെ പ്രശ്നം സോൾവ് ആവും. അപ്പൊ ഞാൻ ആ തന്ന ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ഇതിനൊന്ന് മാറ്റിയിട്ട് ഞാൻ എന്താക്കാണ്? ഇവിടെ 2y ആക്കാൻ പോവാണ്. അപ്പൊ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ടി? e⁻²y -y into cos xy. n എന്ന് പറഞ്ഞാൽ 2x e⁻²y x cos xy plus 2y. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റാൻ കാരണം വെച്ചാൽ, അവിടെ നമുക്ക് റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ പ്രശ്നക്കാരായിട്ട് വന്നത് ഒരു ഈ ടേം e⁻²y ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ എന്താക്കാൻ പറ്റുള്ളത്? ഈക്വൽ ആകാത്ത പ്രശ്നം വന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ ∂m/∂y ചെയ്ത് നോക്കാം. അപ്പൊ എന്താവും? 2 × e⁻²y അല്ലെ. ഇവിടെ വന്നു, പ്രശ്നം കഴിഞ്ഞു. ഇനി അതിന് നേരിട്ട് ഉത്തരം എഴുതിയാൽ മതി. നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ അവിടെ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തപ്പോ എന്ത് കിട്ടി? +xy sin xy ആയി -cos xy ആയി മാറി. ഇനി ∂n/∂y ∂x യാതൊരു മാറ്റമൊന്നുമില്ല. അത് എഴുതുകയാണ് 2 × 2y. മറ്റേ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അപ്പൊ അതിന് അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. +x × y sin xy -cos xy. അങ്ങോട്ട് എഴുതിയപ്പോ അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഇവിടെ നോക്കുമ്പോ ∂n/∂y യും ∂n/∂x എന്തായി? ഈക്വൽ ആണ്. അപ്പൊ എന്ത് പറയാം? therefore it is exact. ഇത് എക്സാക്ട് ആണ്. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ m dx പ്ലസ് ഇന്റഗ്രൽ n dy. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഇതിനകത്തേക്ക് ആര് പാടില്ല? എക്സ് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. എക്സ് ടേം ഇവിടെ പാടില്ല. ഇവിടെ നോക്കുക, എക്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ടേം എടുക്കാൻ പാടില്ല. ഇവിടെ എക്സ് വരുന്നുണ്ട്, എടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ 2y ആണ്, അവിടെ എക്സ് ടേം ഇല്ല. അപ്പൊ അവിടെ ഇതിനകത്ത് ആരേ വരുള്ളൂ? 2y മാത്രമേ വരുള്ളൂ. മനസ്സിലായല്ലോ? അത് ഈ എക്സ് ഡസ് നോട്ട് ഇൻവോൾവ് എന്നാണ് ബ്രാക്കറ്റ് എഴുതിക്കോളി. എക്സ് ഡസ് നോട്ട് ഇൻവോൾവ്. അതാണ്. വേറെ മെത്തേഡൊക്കെ ഉണ്ട്, കുറെ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണത്. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോ എക്സ് ഇൻവോൾവ് ചെയ്യാത്ത മെത്തേഡ് എടുക്കാം. അപ്പൊ നമുക്ക് ഇനി എം എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റമില്ല, ഈ ടേം തന്നെയാണ്. അപ്പൊ ഇന്റഗ്രൽ എം എന്ന് പറയുമ്പോ e⁻²y y × cos xy dx പ്ലസ് ഇവിടെ ആരായി മാറി? 2y dy = 0. കാരണം എന്താ? അവിടെ എക്സ് വരാത്ത ടേം 2y മാത്രം. ഇനി ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് x × e⁻²y കൊടുത്തു. -y പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം y is a constant ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ആയതുകൊണ്ട്. കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin xy ആണ്, കഴിഞ്ഞിട്ടില്ല, ഡിവൈഡഡ് ബൈ y ആണ്, പ്ലസ് 2 × y²/2 = c. ഈ വൈയും ഈ വൈയും ക്യാൻസൽ ആയി, 2 2 ക്യാൻസൽ ആയി. അപ്പൊ x × e⁻²y sin xy
പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി. അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ ചെയ്താണ് ഇന്റഗ്രേഷൻ എക്സാക്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. കാരണം ഇവിടെ ഈ പ്രശ്നക്കാരനായതുകൊണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലായി. ക്വസ്റ്റ്യൻ എങ്ങനെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയത് ഇവിടെ എന്താണ് അല്ലെ പ്രശ്നം വന്നത് ഇവിടെയാണ്. അപ്പൊ അത് ഇവിടെ കൊണ്ട് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആയി. അപ്പൊ അതിന്റെ പാർഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആര് വരും? e⁻²y ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പോ നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തെറ്റിട്ടുണ്ടെങ്കിൽ മാറ്റി ചെയ്തോണ്ട് ആവശ്യമൊന്നുമില്ല. അതേപോലെ എഴുതിച്ചാൽ മതി. മാർക്ക് ഇട്ട് തരും, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് the function y1 equal to x square is a solution of x square y double dash minus 3x y dash plus 4y equal to 0. Find the general solution on the interval 0, infinity. ഇന്റർവ്യൂ നോക്കുന്നില്ല. ഒരു പാർട്ടിക്കിൾസ് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട് ഇതിന്റെ, അതിന്റെ രണ്ടാമത്തെ സൊല്യൂഷനും കണ്ടെത്തുക എന്ന് മാത്രമേ പരിപാടിയുള്ളൂ. ഇപ്പൊ തൽക്കാലത്ത് ഞാൻ ഈ ഇക്വേഷൻ മൈൻഡ് ചെയ്യാതെയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എങ്ങനെ y2 കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ അല്ലെ? എന്തായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് p of x into y dash plus q of x y equal to 0. y1 of x is given അല്ലെ? y1 of x തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ y2 of x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y1 of x into integral e raised to minus p of x dx divided by y1 of x square x dx. ഇത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ജനറൽ ഫോർമാറ്റ് എങ്ങനെയാണ്? ഇവിടെ y ഡബിൾ ഡാഷ് എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ തന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഈ എക്സ് സ്ക്വയർ ത്രൂ ഔട്ട് ഡിവിഷൻ നടത്തി കൊണ്ടുപോവുക എന്നൊക്കെ പറയുമ്പോ പിന്നെ y e⁻p of x ഒക്കെ കണ്ടെത്തി കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും അല്ലെ? p of x എന്ന് പറയുമ്പോൾ y ഡാഷിന്റെ കോഷ്യന്റ് നമ്മുടെ x സ്ക്വയർ ആകുമ്പോൾ 3/-3/x ഒക്കെ വന്ന് അല്ലെ? log e⁻x ഒക്കെ വന്ന് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിനായിട്ടും നല്ലത് എളുപ്പമാർഗം നമുക്കറിയാം. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി. അതോടുകൂടി നമുക്ക് ആൻസർ കൈ കിട്ടും. ഓക്കെ, ഇത് വെച്ച് കണ്ടെത്താൻ പറ്റും. കുറച്ച് ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തു പോയി എക്സ്പെർട്ട് ആയിട്ട് ചെയ്ത് പോകാണ്ടാവും. അപ്പോ ആട്ടും ലാഭപ്രകാരം എന്താണ് സുഖമാണ്, എന്താണ് ഇതിനെ എന്ത് ചെയ്യുക, ജനറൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ ഇതിനെ ജനറൽ സൊല്യൂഷൻ കാണാൻ പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ y equal to c1 y1 of x plus c2 into y2 of x ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഏതാണ്? എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 3x y ഡാഷ് പ്ലസ് 4y equal to 0. ഇപ്പൊ തന്ന ഇക്വേഷൻ ഏത് ടൈപ്പ് ഇക്വേഷൻ ആണ് നോക്കണം. ഇത് എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോഷി അല്ലെ? ഓളർ ഇക്വേഷൻ ആണ്. ആ ഫോർമാറ്റിലേക്കാണ് ഇത് വന്നത്, കോഷി ഓളർ ഇക്വേഷൻ. അതിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. എക്സ് സ്ക്വയർ അല്ലെ y ഡബിൾ ഡാഷ് മൈനസ് അല്ലെ എക്സ് അല്ലെങ്കിൽ പ്ലസ് p of x into y dash plus q of x equal to 0 എന്ന ഫോർമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ് പല മെത്തേഡുകളും ഉണ്ട്. ഇതിനെ നമുക്ക് ജനറൽ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഞാൻ എ ഉപയോഗിക്കുന്നത് m സ്ക്വയർ പ്ലസ് a മൈനസ് 1 into m പ്ലസ് ഇവിടെ എന്താക്കി അല്ല കോൺസ്റ്റന്റ് ടേമുകൾ അഥവാ ഏതോ അല്ലെ m ആണെങ്കിൽ m, 1 ആണെങ്കിൽ 1, ഇവിടെ ഏതാണോ കോൺസ്റ്റന്റ് ടേം ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു b എന്ന് കൊടുത്തു ഈക്വൽ ടു 0 എന്ന രീതിയിലും. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? -3 ആണ് എന്ന് ഉപയോഗിക്കാം. b എന്ന് പറഞ്ഞാൽ 4 എന്ന രീതിയിൽ. അപ്പൊ എന്താവും? m സ്ക്വയർ പ്ലസ് -3 മൈനസ് 1 m പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ എന്താവും? m സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ m മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് m ഈക്വൽ ടു +2 +2 അല്ലെ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഓളർ കോഷി ഇക്വേഷനകത്ത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇക്വേഷൻ റിപ്പീറ്റഡ് ആണെങ്കിൽ c1 പ്ലസ് എക്സ് ഇൻറ്റു അല്ലെ ലോഗ് എക്സ് ഇൻറ്റു c2 ഇൻറ്റു എക്സ് റൈസ് ടു m ആണ്. ഇതാണ് നമ്മുടെ എന്താണ് റിപ്പീറ്റഡ് c1 നാച്ചുറൽ ലോഗരിതം എക്സ് c2 എക്സ് റൈസ് ടു m ആണ് ഇതിന്റെ ജനറൽ. y ഈക്വൽ ടു c1 പ്ലസ് ഇവിടെ c2 എഴുതി നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷനിലേക്ക് കൊണ്ടുവന്നു. y ഈക്വൽ ടു അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും.
ഇതും നമ്മളെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചും കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മള് ബുക്ക് നമ്മളെ ബി ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇതേ ടൈപ്പ് തന്നെ ഇവിടെ യാതൊരു മാറ്റവും ഇല്ലാതെ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ബുക്കിലൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് പർട്ടിക്കുലർ സൊല്യൂഷൻ തന്നിട്ട് അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഈ സീറോ മാറ്റിയിട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ബി ക്വസ്റ്റ്യനിലാണ്, ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം നോക്കിയിട്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ഒരു ഡി പാർട്ട് ടൈപ്പ് ഡി ഓപ്പറേറ്റർ ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോ സാധാരണ ഈ മെത്തേഡ് മതി ഇതിന്റെ ആൻസർ കിട്ടാൻ. ഇനി ഡി ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ നോക്കേണ്ടത് ഓക്സിലറി ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് എഴുതേണ്ടത് മാത്രം പഠിച്ചാൽ മതി. എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ആണ്. നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സിനെ എന്താക്കി കൊടുത്തു അവര്? ഡി വൈ ആക്കി കൊടുത്തു. അപ്പൊ എന്ത് വരും? ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനെ ഡി വൈ ആക്കി. അപ്പൊ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താക്കി മാറ്റി? ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ? എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 3 ഇൻറ്റു ഡി വൈ പ്ലസ് 4y ഈക്വൽ ടു 0. ഡി സ്ക്വയർ അല്ലെ ഇൻറ്റു വൈ മൈനസ് ഡി വൈ മൈനസ് 3 ഡി വൈ പ്ലസ് 4y ഈക്വൽ ടു 0. രണ്ടും ഒരേ ഇവിടേക്ക് എത്തുമ്പോൾ ഒരേപോലെ എത്തും. ഇനി ഇവിടെ ഡി സ്ക്വയർ വൈ മൈനസ് 4 ഡി വൈ പ്ലസ് 4y ഈക്വൽ ടു 0. ഇനി ഇതിനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് ആണ്. മൈനസ് 4y ഡാഷ് പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. ഇതല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചത്. ഇനി ബാക്കി സ്റ്റെപ്പ് നമുക്ക് നേരെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഓപ്പറേറ്റർ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അപ്പൊ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി വൈ ആണ്. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു സിംപ്ലിഫൈ ചെയ്തു അങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എത്രയോ സമയം ലാഭിക്കാൻ പറ്റും ഈ ഓക്സിലറി ഇക്വേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ. ഇനി ബാക്കി പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ഫുള്ളാക്കി എഴുതാണ്. വൈ അല്ലെ എം മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ എമ്മിന് 2 വാല്യൂസ് ഉണ്ട്, പ്ലസ് 2y അല്ലെ പ്ലസ് 2 2 ആണ്. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം y ഈക്വൽ ടു c1 പ്ലസ് log ഓഫ് എക്സ് അല്ലെ c2 ഇൻറ്റു എക്സ് റൈസ് ടു m. y ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയി. ആ എക്സ് സ്ക്വയർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്താവും? c1 എക്സ് സ്ക്വയർ പ്ലസ് c2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗരിതം. അപ്പൊ ഇവിടെ y1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, y2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ലോഗ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ y1 ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സെക്കൻഡ് y2 എന്ന് കണ്ടുപിടിച്ചിട്ടു എക്സ് സ്ക്വയർ ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 10y ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ ആണ് നമ്മൾ ആദ്യം തന്ന ഇക്വേഷൻ എടുത്ത് എഴുതി y ഡബിൾ ഡാഷ് മൈനസ് 10y ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0. ഇനി ഇതിനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാണ് ഓക്സിലറി ഇക്വേഷൻ. ഇനി ഇവിടെ ലാംഡ ആക്കിയിട്ടാണ് ഓക്സിലറി ഇക്വേഷൻ എഴുതണേ. ലാംഡ അല്ലെ y ഡബിൾ ഡാഷ് ആകുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 10 ലാംഡ മൈനസ് 25 ഈക്വൽ ടു 0. ഇതിപ്പോ ഏത് രൂപത്തിലായി? ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇങ്ങനെ മനസ്സിലായി അല്ലെ? ഈ 10ന്റെ പകുതി നോക്കുക, ഹാഫ് എത്രയാണ്? 5 ആണ്. 5ന്റെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ. അപ്പൊ ലാംഡ ഈക്വൽ ടു ഇവിടെ എന്തായി? 5,5 റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്. അപ്പൊ ഒരു സാധാരണ ജനറൽ ഇക്വേഷന്റെ റിപ്പീറ്റഡ് റൂട്ട് ആവുമ്പോ c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എന്താണ്? ലാംഡ എക്സ് ആണ്. കോഷി ഉള്ള ഇക്വേഷൻ ആകുമ്പോഴാണ് ഈ ഇത് മാറിയിട്ട് എന്താവും? നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് ആകുന്നത്. അത് ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്.
ഇവിടെ നേരത്തെ ചെയ്തത് നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് ആകുന്നത് കോഷി യൂളർ ഇക്വേഷൻ അകത്താണ്. അല്ലാത്ത കേസിൽ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ c1 പ്ലസ് c2 എക്സ് e റൈസ് ടു ലാംഡന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു 5 കൊടുത്തു. അപ്പൊ y ഈക്വൽ ടു c1 പ്ലസ് c2 എക്സ് ഇൻറ്റു e റൈസ് ടു 5x. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 8 ഇൻറ്റു e റൈസ് ടു x ആണ്. ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മളെ ഹോമോജീനിയസ് ഇക്വേഷന്റെ അല്ലെ, ഇതാണ് വരുന്നത്. ഇതാണ് നമ്മളെ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കി ഒരു YP ആക്കി നമ്മൾ എടുത്തു. എന്നിട്ട് 8 എന്നാ മാറ്റിയിട്ട് എന്താക്കി ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് e റൈസ് ടു x. ഇതാണ് നമ്മളെ ഫോർമാറ്റ് അല്ലെ. ഈ കിട്ടിയ സാധനത്തിന് നമ്മൾ എന്താക്കി ഈ 8 ഏതോ നമ്പർ ആയിക്കോട്ടെ അതിനെ k ആക്കി കൊടുക്കും, c ആക്കി കൊടുക്കുക. ഞാൻ k ഇട്ടുന്നുള്ളൂ. ഇനി ഇവിടെ നോക്കുക y ഡബിൾ ഡാഷ് വരെ ഇതിനെ ഇന്റഗ്രേറ്റ് അല്ലെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ്. അപ്പൊ y ഡബിൾ ഡാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പൊ k ഇൻറ്റു e റൈസ് ടു x. ഇനി വീണ്ടും y ഡബിൾ ഡാഷ് ചെയ്യുമ്പോൾ k ഇൻറ്റു e റൈസ് ടു x ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിനൊന്ന് മാറ്റി എഴുതുമ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് p പ്ലസ് 4yp ഈക്വൽ ടു 8 ഇൻറ്റു e റൈസ് ടു x. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് k ന്റെ വാല്യൂ ആണ്. അപ്പൊ എന്താ k ഇൻറ്റു e റൈസ് ടു x 5k e റൈസ് ടു x 4k e റൈസ് ടു x ഈക്വൽ ടു 8 ഇൻറ്റു e റൈസ് ടു x. കോമൺ ആയിട്ട് e റൈസ് ടു വെട്ടിപ്പോയി. അപ്പൊ 5 മൈനസ് 5k പ്ലസ് 4k ഈക്വൽ ടു 8. അപ്പോ ഇവിടെ നോക്കുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 0k ഈക്വൽ ടു 8. അങ്ങനെ ഒരു പോസിബിളേ പറ്റില്ല. അപ്പൊ ഇത് ടെസ്റ്റ് ഫെയിലായി മാറി അല്ലെ. അപ്പൊ നമ്മൾ വേറെ ഒരു മെത്തേഡ് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ YP ഈക്വൽ എടുത്തോടുത്ത് ഈ kന്റെയും x ഇതിനിടയിലും ബിറ്റ്വീൻ എന്ത് കൊടുത്താൽ മതി, നിങ്ങൾ ഒരു x ടേം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും തെറ്റായി പോയാലോ? ഇനി വീണ്ടും ഇതേപോലെ ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നാൽ അല്ലെങ്കിൽ ഫുൾ വാല്യൂസ് വരാതെ ABCD പാറ്റേൺ വരാതിരുന്നാൽ അല്ലെ, ആ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിലുണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, സെക്ഷൻ ബിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. അപ്പൊ YP വരുമ്പോൾ അവിടെ വീണ്ടും വന്നില്ല എങ്കിൽ kx² e റൈസ് ടു x ആയിരിക്കും. ഇനി x² കൊടുത്തിട്ട് വീണ്ടും വന്നില്ല എങ്കിൽ, വീണ്ടും k ന്റെ വാല്യൂ കിട്ടിയില്ല എങ്കിൽ x³ കൊണ്ട് ചെയ്തിട്ട് e റൈസ് ടു x. എപ്പോഴാണോ k ന്റെ വാല്യൂ ചെയ്യുന്നത് അതുവരെ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ YP ഡാഷ് എന്തായി മാറും അല്ലെ, k ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി YP ഡബിൾ ഡാഷ് ചെയ്യുമ്പോൾ അല്ലെ k ഇൻറ്റു e റൈസ് ടു x പ്ലസ് k ഇൻറ്റു e റൈസ് ടു x പ്ലസ് k ഇൻറ്റു e റൈസ് ടു x. ഇനി നേരെ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ YP ഡബിൾ ഡാഷ് മൈനസ് 5yp ഡാഷ് പ്ലസ് 4yp ഈക്വൽ ടു 8 ഇൻറ്റു e റൈസ് ടു x. അപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് YP അല്ലെ. നമ്മുടെ ഇങ്ങോട്ട് ഇതാണ് YP ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ kx ഇൻറ്റു e റൈസ് ടു x പ്ലസ് k ഇൻറ്റു e റൈസ് ടു x പ്ലസ് k ഇൻറ്റു e റൈസ് ടു x മൈനസ് ത്രൂ ഔട്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസ് 5 ഇൻറ്റു kx e റൈസ് ടു x മൈനസ് 5k e റൈസ് ടു x പ്ലസ് YP ആരാണ്, ഇതാണ് YP അല്ലെ. അതുകൊണ്ട് ആരും മൾട്ടിപ്ലൈ 4 കൊണ്ട് മൾട്ടിപ്ലൈ 4 ഇൻറ്റു k ഇൻറ്റു x ഇൻറ്റു e റൈസ് ടു x ഈക്വൽ ടു 8 ഇൻറ്റു e റൈസ് ടു x. ത്രൂ ഔട്ട് e റൈസ് ടു x ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ kx പ്ലസ് k മൈനസ് 5kx മൈനസ് 5k പ്ലസ് 4kx ഈക്വൽ ടു 8. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആയി പോകണം നോക്കാം. ഇവിടെ ഒരു മൈനസ് k5x ഉണ്ട്, ഇവിടെ 4kx ഉം 4x. അപ്പൊ ഇത് ഇങ്ങനെ വെട്ടിപ്പോയി അല്ലെ. ഇത് 5 ആയി മാറി, 5 ഇത് വെട്ടിപ്പോയി. അപ്പൊ 2k നിന്ന് മൈനസ് 5k ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എത്ര വരും? മൈനസ് 2k. ഇവിടെ 3 ആയി അല്ലെ. മൈനസ് 3k ഈക്വൽ ടു 8. k ഈക്വൽ ടു മൈനസ് 8/3. നമുക്കറിയാം പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കാണാൻ പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ല, 2k അല്ലെ. 2 നിന്ന് മൈനസ് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 3 ആണ്.
അപ്പൊ -3k ഈക്വൽ ടു 8. അപ്പൊ k ഈക്വൽ ടു -8/3. particular solution yp ഈക്വൽ ടു നമുക്കറിയാം k into x into e raised to x ആണ്. k ന്റെ വാല്യൂ -8/3 x e raised to x ലേക്ക് അത് മാറി. അപ്പൊ ഇതാണ് ഇതിന്റെ particular solution ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിവിടെ കിട്ടിയില്ലെങ്കിൽ k ന്റെ വാല്യൂ കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ x സ്ക്വയർ കൊണ്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7th ക്വസ്റ്റ്യൻ. എന്താണ് 7th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ലെറ്റ് f of t equal to 4t square minus 5 sin 3t. Find Laplace transformation of f of t. അപ്പൊ f of t കണ്ടുപിടിക്കാനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറഞ്ഞത്. അപ്പൊ f of t നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് f of t? 4t square minus 5 sin 3t. അപ്പൊ L of f of t എന്ന് പറയുമ്പോൾ L of 4t square minus 5 into sin 3t ആണ്. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോപ്പർട്ടി ആണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ, അഥവാ കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് എടുത്ത് സ്പ്ലിറ്റേഷൻ കൊടുക്കാം. അപ്പൊ 4 into L of t square minus 5 into L of sin of 3t അല്ലെ, 3t ആയി മാറി. നമുക്ക് റിസൾട്ടുകൾ അറിയാം. L of t raised to n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n factorial divided by s raised to n plus. അതേപോലെ L of sin at എന്ന് പറഞ്ഞാൽ a divided by s square plus a square. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ n ന്റെ സ്ഥാനത്ത് 2ഉം a ന്റെ സ്ഥാനത്ത് 3 ആണ്. അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2 factorial divided by s raised to 2 plus 1 minus 5 into s a ന്റെ സ്ഥാനത്ത് ഇവിടെ 3 divided by s square plus 3 square. 5 into 3 15. 2 factorial എന്ന് പറഞ്ഞാൽ 2n ആണ്. അപ്പൊ 4 into 2 divided by s cube minus 15 by s square plus 9. ഒന്നുകൂടി മാറ്റുകയാണെങ്കിൽ 4 into 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. s cube minus 15 divided by s square plus 9 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് വേണ്ട, അവിടെ നോക്കിയാൽ. ഇതാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ റിസൾട്ടുകൾ ഇതാണെന്ന് അറിഞ്ഞിരിക്കണം. അതനുസരിച്ചാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 8th ക്വസ്റ്റ്യൻ. എന്താണ് 8th ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് t for f of t equal to 0, 0 less than or equal to t less than or equal to 3, to t greater than or equal to 3. അപ്പൊ ഇവിടെ നോക്കുക, ടിന്റെ വാല്യൂ 0ന്റെയും 3ന്റെയും ബിറ്റ്വീൻ വരുന്ന ഇവിടെ എവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു ഉണ്ടാവില്ല. ഞാൻ മാറ്റി ചെയ്താണ്. ടു ടി ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ നമ്മളെ ഇന്റഗ്രേഷൻ ഒരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus t into f of t dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ നമ്മളെ ഇന്റഗ്രേഷൻ. ഇതിലേക്ക് നമുക്ക് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? 0 മുതൽ 3 വരെ അല്ലെ, 3 വരെ e raised to minus t f of t dt പ്ലസ് അടുത്തതാ 3 മുതൽ ഇൻഫിനിറ്റി വരെ e raised to minus t f of t dt. നമുക്കറിയാം ഇന്റഗ്രൽ 0 മുതൽ 3 വരെ എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ, തന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇന്റഗ്രൽ 3 to ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് ഓഫ് ടിന്റെ വാല്യൂ 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇന്റഗ്രൽ 0 to 3 e raised to minus t into 0 dt പ്ലസ് അല്ലെ ഇന്റഗ്രൽ 3 to ഇൻഫിനിറ്റി അല്ലെ e raised to minus t into t 2 into t. ഈ വാല്യൂ മൊത്തം 0. അപ്പൊ ഇനി മൈൻഡ് ചെയ്യണ്ട, ഇവിടെ എന്ത് ചെയ്താൽ മതി അല്ലെ, 2ന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ഇന്റഗ്രൽ 3 to ഇൻഫിനിറ്റി e raised to minus t dt. ഇനി എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാ വിത്ത് റെസ്പെക്ട് ടു t. അപ്പൊ എന്താവും? 2 into e raised to minus t ഡിവൈഡഡ് ബൈ ഇവിടെ t-ലായതുകൊണ്ട് മൈനസ് താഴെ വരും, 3 to infinity ഈക്വൽ ടു മൈനസ് എസിനെ പുറത്തേക്ക് എടുത്തു -2 by s
എന്താ e raised to minus t integral 3 to infinity. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യുക, അപ്ലൈ. അപ്പർ ലിമിറ്റ് മൈനസ് ആണ്, അപ്പൊ മൈനസ് എന്താണ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് e raised to minus s ഇൻറ്റു 3. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്ത് കിട്ടും, മൈനസ് 2/s e raised to minus infinity മൈനസ് e raised to minus 3s ആയി. നമുക്കറിയാം e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ e raised to 0 1 ആണ്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയി പോയി അല്ലെ, ഇത് 0 ആയി. അപ്പൊ ബാക്കി മൈനസും മൈനസും എന്തായി, പ്ലസ് ആയി. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, എന്താണ് ഈക്വൽ ടു മൈനസ് 2/s ഇൻറ്റു അല്ലെ ഈ മൈനസ് e raised to 3s. മൈനസും മൈനസും പ്ലസ് ആയി. ഇപ്പൊ 2/s ഇൻറ്റു e raised to minus 3s. ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 into e raised to minus 3s ഡിവൈഡഡ് ബൈ ഇതാണ് ആര് വന്നത് അല്ലെ, L of f of t ആയി വന്നത്. അപ്പൊ 2/s into e raised to minus 3s. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 9ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലാപ്ലേസ് ഇൻവേഴ്സ് minus 2s plus 6 divided by s square plus 4. പിന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്ന ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതി. സംബന്ധ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൈനസ് 2s plus 6 divided by s square plus 4. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ, മൈനസ് 2s divided by s square, ഈ 4നെ നമുക്ക് സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. ആരിന്റെ സ്ക്വയർ ആക്കി 4 കിട്ടാൻ നോക്കാം, 2ന്റെ സ്ക്വയർ ആണ് 4 പ്ലസ് 6 divided by s square plus 2 square. നമ്മൾ പഠിച്ച ഇൻവേഴ്സുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. നമുക്കറിയാം ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s square plus a square equal to എന്താണ്, മുകളിൽ s ആണെങ്കിൽ അത് cos at ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് a by s square plus a square ആണെങ്കിൽ മുകളിൽ കോൺസ്റ്റ് ഇവിടെ വരുന്ന സ്ക്വയറിന്റെ ആണെങ്കിൽ അത് ആരാണ്, sin at ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. അപ്പൊ ഇവിടെ 2 വരുത്തണം. അപ്പൊ 6 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 3 into 2 ആക്കി എഴുതാം. ഇവിടെ അധികമായിട്ട് വരുന്ന മൈനസ് 2നെ ഔട്ട് സൈഡ് എടുത്താൽ ഇത് കറക്റ്റ് ആയി അല്ലെ, s ഡിവൈഡഡ് ബൈ s സ്ക്വയർ ബൈ a സ്ക്വയർ അഥവാ 2 സ്ക്വയർ എന്ന രീതിയിൽ. ഇവിടെ 2നെ നിർത്തി 3നെ ഔട്ട് സൈഡ് എടുത്താൽ മതി. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും അതേപോലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ലീനിയറിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു മൈനസ് 2നെ ഔട്ട് സൈഡ് എടുത്തു. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇവിടെ ആരെ പുറത്തേക്ക് എടുത്തു, 3നെ പുറത്തേക്ക് എടുത്തു. മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 2 by s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഇവിടെ cos 2t ആയി മാറി പ്ലസ് 3 into sin 2t ആയി മാറി. അപ്പൊ മൈനസ് 2 into cos 2t plus 3 into sin 2t ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ആ റിസൾട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തും. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ. എന്താണ് 10th ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f1 of x equal to x cube, f2 of x equal to x square plus 1 are orthogonal on close interval minus 2, 2. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ f1 f2നെയും പ്രൊഡക്റ്റ് ചെയ്യാം അഥവാ ഗുണിക്കുക, എന്നിട്ട് ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇവിടെ ലിമിറ്റ് ഒക്കെ തന്നിട്ടുണ്ട് മൈനസ് 2 to 2 വരെ. അതിന് ഇന്റഗ്രേഷന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഓർത്തോഗണൽ ആണെന്ന് പറയാൻ പറ്റും. എന്താണ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെയും രണ്ട് ഫംഗ്ഷന്റെയും ഇന്റഗ്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേഷന്റെ വാല്യൂ 0 ആണെങ്കിൽ ഓർത്തോഗണൽ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം റിസൾട്ട് ചെയ്താണ്, ടു ഫംഗ്ഷൻ ആണ് f1 and f2 ആർ ഓർത്തോഗണൽ in f1 into f2 ഇന്റഗ്രൽ a to b f1 of x into f2 of x equal to 0 ആയി കഴിഞ്ഞാൽ അതെന്താണ് ഇന്റഗ്രേഷൻ. അപ്പൊ ഞാൻ ഇവിടെ f1 into f2 ചെയ്യാൻ പോവാണ്. അപ്പൊ x ക്യൂബ് into x സ്ക്വയർ പ്ലസ് അപ്പൊ എന്താവും x raised to 5 plus x cube ആയി. ഇനി എന്ത് ചെയ്യാ, ഇന്റഗ്രൽ a to b f1 into f2 dx എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 2 to 2
എന്താണ് എക്സ് റൈസ് ടു 5 പ്ലസ് എക്സ് ക്യൂബ്. രണ്ടും ഓഡ് ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിച്ചോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എങ്ങനെ കിടക്കുന്നത് -2 ആണ്. ദാറ്റ് ഇസ് ആൾവേസ് 0 ആണ്. ഈവൻ ആവുമ്പോഴാണ് ചെറിയ ഡൗട്ട് ഒക്കെ വരിക. ഇവിടെ എന്തേ ഉള്ളൂ, രണ്ടും ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഇന്റഗ്രേഷൻ അല്ലെ അപ്പർ ടു ലോവർ ഒരേ നമ്പർ ആയതുകൊണ്ട് അതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് റൈസ് ടു എക്സ് പ്ലസ് x2 എക്സ് റൈസ് ടു 4/4 -2 to 2. ഇനി എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ 2 raised to 6/6 സിംപ്ലിഫൈ ചെയ്യൊന്നും വേണ്ട. 2 raised to 4/4 മൈനസ് ഓഫ് എന്തായി -2 raised to 6/6 മൈനസ് 2 raised to 4/6 അല്ലെ 4. ഇനി എന്ത് ചെയ്യാ, മൈനസ് റേസ് ടു 6 ആകുമ്പോ പ്ലസ് ആയി, മൈനസ് റേസ് ടു 4 ആകുമ്പോ 6 ആയി അല്ലെ. അപ്പൊ എന്താവും, ഈക്വൽ ടു 2 raised to 6 divided by 6 plus 2 raised to 4 divided by 4 minus 2 raised to 6/6 minus 2 raised to 4 divided by 4. That is value 0. Therefore, integral -2 to f1 of x into f2 of x dx equal to 0. Therefore, it is എന്ത് പറയാം, ഓർത്തോഗണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഓർത്തോഗണൽ എന്ന് പറയുന്നെങ്കിൽ രണ്ടിന്റെയും ഇന്റഗ്രേഷന്റെ വാല്യൂ എന്തായത് 0 ആയാൽ മതി, അത് ഓർത്തോഗണൽ. അപ്പൊ നമ്മുടെ സെക്ഷൻ എയിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് 11ാമത്തെ ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ഈസ് ഹൈപ്പർബോളിക്. അപ്പൊ ഇതൊരു ഹൈപ്പർബോളിക് ആണെന്ന് തെളിയിക്കാന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടാണ്, ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചാൽ മതി. a into ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് b into ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ c into ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ടേമുകൾ, അപ്പൊ ഇത്രയും ടേമുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലേക്ക് ഒന്ന് ആലോചിക്കാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് പഠിച്ചിരുന്നു അല്ലെ. ബി സ്ക്വയർ മൈനസ് 4ac പറ്റി പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ആരായിരിക്കും, പരാബോളിക്. ലെസ് ദാൻ 0 ആണെങ്കിൽ എലിപ്റ്റിക്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോളിക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിൽ പഠിച്ച ബി സ്ക്വയർ മൈനസ് 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് ആലോചിക്കുക. അപ്പൊ ഇവിടെ എ ബി സി ആലോചിക്കുക. ഇവിടെ നോക്കുക, ബി എന്ന് പറഞ്ഞാൽ എക്സും വൈയും ചേർന്നിരിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, മറ്റത് എക്സ് സ്ക്വയർ ആയിരിക്കണം, സി എന്തായിരിക്കണം, വൈ സ്ക്വയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ ബി സ്ക്വയർ മൈനസ് 4ac എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ എന്തായി, 1 ആയി അല്ലെ. എ ഈക്വൽ ടു 1. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതാം, എന്നായിക്കോട്ടെ, അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ നമ്മുടെ മുകളിൽ എഴുതാൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് 9 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ബിന്റെ വാല്യൂ എത്രയായി, -9. സിന്റെ വാല്യൂ ഇവിടെ സി എ ഇല്ല, അതുകൊണ്ട് 0 ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ബി സ്ക്വയർ മൈനസ് 4x, ബി എന്ന് പറഞ്ഞാൽ -9 സ്ക്വയർ 4 ഇൻറ്റു എ ഇൻറ്റു 1 അല്ലെ, സി എന്ന് പറഞ്ഞാൽ 0. ദാറ്റ് ഈസ് 81 മൈനസ് 0 ഈക്വൽ ടു എന്തായി, 81. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, ഹൈപ്പർബോളിക് ആണ്. അപ്പൊ ഇറ്റ് ഈസ് എന്തായി, ഹൈപ്പർബോളിക് ആണ്. അപ്പൊ വളരെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പഠിച്ചാൽ അല്ലെങ്കിൽ ഇത് ഈക്വേഷൻ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ പരാബോള, ലെഫ്റ്റ് ദാൻ ആണെങ്കിൽ എലിപ്സ്, അതേപോലെ ഗ്രേറ്റർ ദാൻ 0 ഹൈപ്പർബോള. ഇത് നമ്മളെ സ്ട്രൈറ്റ് ലൈൻസിന്റെ +1 സ്ട്രൈറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഫോർമാറ്റ്, അവിടെ യാതൊരു മാറ്റമൊന്നുമില്ല. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ പരാബോളിക് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ എലിപ്റ്റിക് ആണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ആ പോയിക്കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, +1 സ്ട്രൈറ്റ് ലൈന് നമ്മൾ ഇവിടെ വരുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കും ഒക്കെ ഒരേ രീതിയിലേക്കാണ് അത് പോകുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 12th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സൂപ്പർവിഷൻ പ്രിൻസിപ്പിൾസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഇത് കഴിഞ്ഞ ഇവിടെ തന്നെ ഇത് തൊട്ട് 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആ ബുക്കിന്റെ അടുത്ത പേജ് തന്നെയാണ് അതിന്റെ തിയറം പറയുന്നത്.
എന്താണ് പറയുന്നത് if u1 u2 u2 എത്ര എക്സെട്ര uk ആണെങ്കിൽ the solution of a homogeneous linear partial differential equation ആണ്. അങ്ങനെയാണെങ്കിൽ then u equal to നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. അഥവാ u equal to c1u plus c2u2 plus etc ck uk where c1 c2 are constant also is a solution. നമ്മൾ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചതാണ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നത്. അതാണ് നമ്മൾ സൂപ്പർവിഷൻ ഓഫ് പ്രിൻസിപ്പിൾ ആക്കി പറയുന്നത്. അപ്പൊ അതോടുകൂടി നമ്മളെ എന്താണ് സെക്ഷൻ എ എന്തായി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്. നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.